മാനിപ്പുലേഷൻ ഇതൊരു മൈൻഡ് ഗെയിമാണ്. അതായത് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫീലിങ്സോ ഇമോഷൻസിനെയോ കൺട്രോൾ ചെയ്യുക. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവർക്ക് എന്ത് തെറ്റും ചെയ്യാം. എനിക്ക് നിന്നോട് സോറി പറയണ്ട ഒരാവശ്യമില്ല. നീയും ഞാനും ഒരേ തെറ്റാ ചെയ്തേക്കുന്നത്. വി ആർ ഈക്വൽ സിന്നേഴ്സ്. ഇവര് തെറ്റ് ചെയ്തിട്ടും ഇവര് വെറും പാവങ്ങളായിട്ട് അഭിനയിക്കും. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകതര ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഗണത്തിൽപ്പെട്ട ആൾക്കാർക്ക് കള്ളം പറയാം, മോശമായി പെരുമാറാം, വിക്ടിം കാർഡ് കളിക്കാം. അതെനിക്കറിയില്ല. അതായത് കൂട്ടത്തിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക. എന്റെ മനുഷ്യത്വം വേറെ മനുഷ്യത്വം. ഇതൊക്കെ ഇവരുടെ ഒരു തരം വിനോദങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളെ പിടികിട്ടി. അപ്പോഴോ അവര് നിങ്ങളെ ഇതിനെക്കാട്ടിലും മോശം വ്യക്തികളാക്കാൻ ശ്രമിക്കത്തേ ഉള്ളൂ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളി കിട്ടുള്ളൂ. ഈ കാറ്റഗറി പെടുന്ന ആൾക്കാർക്ക് ഓഡിയൻസ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഇവർക്ക് വാലിഡേഷൻ വേണം. പിന്നെ സിമ്പതിയുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ഹെൽത്തി പീപ്പിൾ പ്രോബ്ലം സോൾവ് ചെയ്യും, പക്ഷെ മാനിപ്പുലേറ്റേഴ്സോ ഇതിനെ ട്വിസ്റ്റ് ചെയ്യും.